ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് ആണ് 29/10/1987. മുരളി ഡേറ്റ് 7/2/2021. മഹാവാക്യ ടോപ്പിക്കാണ് തൻ മൻ ധൻ और संबंध की शक्ति. ശരീരം, മനസ്സ്, ധനം, പിന്നീട് സംബന്ധത്തിൻ്റെ ശക്തി. आज सर्वशक्तिवान बाप अपने शक्तिशाली बच्चों को देख रहे हैं. ഇന്ന് സർവശക്തിവാനായ ബാബ തൻ്റെ ശക്തിശാലി കുട്ടികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരേക്ക് ബ്രാഹ്മൺ ആത്മാ ശക്തിശാലി ബനി ഹെ. ഓരോ ബ്രാഹ്മണ ആത്മാക്കളും ശക്തിശാലികളായിട്ടുണ്ട്. ലേക്കിൻ നമ്പർ വാർ ഹെ, പക്ഷേ നമ്പർ വാറാണ്. സർവശക്തിയാ ബാപ് കാ വർഷ और വരദാത്ത കാ വരദാൻ ഹെ. സർവശക്തികളും ബാബയുടെ സ്വത്തും അതുപോലെ വരദാതാവിൻ്റെ വരദാനവും നേടി. ബാപ്പോ വരദാത്ത ഇൻ ഡബിൾ സംബന്ധ് സെ ഹരേക്ക് ബച്ചേക്കോ. ബാബ പിന്നീട് വരദാത്ത ഈ ഡബിൾ സംബന്ധത്തിൽ കൂടി ഓരോ കുട്ടികൾക്കും ഈ ശ്രേഷ്ഠ പ്രാപ്തി ജന്മസേ ഹി ഹോത്തി ഹെ. ആ ഒരു ശ്രേഷ്ഠ പ്രാപ്തി ജന്മം എടുക്കുമ്പോൾ തന്നെ ലഭിക്കുന്നു. ജന്മസേ ഹി ബാബ് സർവശക്തിയോ കാ. ജന്മം എടുക്കുമ്പോൾ തന്നെ, അതായത് ബ്രാഹ്മണനായി ജന്മം എടുക്കുമ്പോൾ തന്നെ ബാബ സർവശക്തികളുടെ അർത്ഥാത് ജന്മസിദ്ധ അധികാർ കാ അധികാരി ബനാ ദേത്ത. ജന്മസിദ്ധ അധികാരത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സാത് സാത് വരദാത്ത കെ നാത്തെ സെ, അതേപോലെ വരദാതാവിൻ്റെ സംബന്ധത്തിലൂടെ ജന്മ ഹോത്തേ ഹെ, ജന്മം എടുക്കുമ്പോൾ തന്നെ മാസ്റ്റർ സർവശക്തിവാൻ ബനായ സർവശക്തി ബൗക്ക വരദാൻ ദേത്തെ ഹെ. മാസ്റ്റർ സർവശക്തിവാനാക്കി സർവശക്തി ഭവ എന്ന വരദാനം നൽകി. സഭി ബച്ചോं को एक द्वारा एक जैसा ही डबल अधिकार मिलता. എല്ലാ കുട്ടികൾക്കും ഒരു ബാബയിലൂടെ ഒരുപോലെ തന്നെ ഡബിൾ അധികാരം പ്രാപ്തമാകുന്നു. ലേക്കിൻ ധാരണ കർണേ കി ശക്തി നമ്പർവാർ ബനാ ദേത്തി. പക്ഷേ അതിനെ ധാരണ ചെയ്യുവാനുള്ള ശക്തിയാണ് അവരെ നമ്പർവാറാക്കി മാറ്റുന്നത്. ബാബ് സബി കോ സദാ और സർവശക്തിശാലി ബനാത്തി ഹെ. ബാബ എല്ലാ കുട്ടികളെയും ഒരുപോലെ സദാ ശക്തിശാലിയാക്കി മാറ്റുന്നു. ലേക്കിൻ ബच्चे യഥാശക്തി ബൻ ജാത്തെ. എന്നിട്ടും മക്കൾ യഥാശക്തി അനുസാരമായി തീരും. വൈസെ ലൗകിക് ജീവൻ മേ വ അലൗകിക് ജീവൻ മേ സഫലതാ കാ ആധാർ ശക്തിയാ ഹി ഹെ. ബാബ്ദാദ പറയുകയാണ്, ലൗകിക ജീവിതത്തിലാണെങ്കിലും അലൗകിക ജീവിതത്തിലാണെങ്കിലും സഫലത നേടിയെടുക്കാനുള്ള ആധാരം ശക്തികൾ തന്നെയാണ്. ജിത്തനെ ശക്തിയാ ഉത്തനെ സഫലത. എത്രമാത്രം ശക്തി ഉണ്ടോ അത്രയധികം സഫലതയും. മുഖ്യ ശക്തിയാ ഹേ തൻ കി, മൻ കി, ധൻ കി और संबंध की. അവയിൽ പ്രധാന ശക്തികളാണ് 1 ശരീരത്തിൻ്റെ, 2 മനസ്സിൻ്റെ, 3 ധനത്തിൻ്റെ, 4 സംബന്ധത്തിൻ്റെ. ചാരോഹി ആവശ്യക്ക്. ഇത് 4ഉം ആവശ്യമാണ്. അഗർ 4 में से एक भी ശക്തി കം ഹെ. ഈ 4 ശക്തികളിൽ ഏതെങ്കിലും ഒരു ശക്തിയുടെ കുറവുണ്ടാവുകയാണെങ്കിൽ तो जीवन में सदा और सर्व सफलता नहीं होती. അപ്പോൾ ജീവിതത്തിൽ എല്ലാ പ്രകാരത്തിലും അതുപോലെ സദാ സഫലത നേടാൻ കഴിയുകയില്ല. അലൗകിക് ജീവൻ മേ ബി ചാരോ ഹി ശക്തിയാ ആവശ്യക്ക്. അലൗകിക ജീവിതത്തിലാണെങ്കിലും ഈ 4 ശക്തികളും വളരെ ആവശ്യമാണ്. അലൗകിക് ജീവൻ മേ ആത്മാ പ്രകൃതി ദോനോ കി തന്ദ്രുസ്തി ആവശ്യക്ക്. ഈ അലൗകിക ജീവിതത്തിൽ ആത്മാ പിന്നീട് പ്രകൃതി രണ്ടിൻ്റെയും ആരോഗ്യം വളരെ പ്രധാനം ആവശ്യമാണ്. जब आत्मा स्वस्थ है तो तन का हिसाब किताब व तन का रोग सूली से कांटा बनने के कारण. എപ്പോഴാണോ ആത്മസ്വസ്ഥമായിരിക്കുന്നത്, ആരോഗ്യപൂർണമായിരിക്കുന്നത്, അപ്പോൾ ശരീരത്തിൻ്റെ കർമ്മക്കണക്കുകൾ
ഏതാണോ അഥവാ ശരീരത്തിൻ്റെ രോഗം ഏതാണോ അത് ശൂലത്തിൽ നിന്നും സൂചി സമാനമായി മാറുന്നു. സ്വസ്ഥിതിക്ക് കാരണം, അതായത് സ്വസ്ഥിതിയുടെ കാരണത്താൽ സ്വസ്ഥ അനുഭവകർത്ത ഹെ, ആരോഗ്യപൂർണമായതിൻ്റെ അനുഭവം ഉണ്ടാകും. उनके मुख पर चेहरे पर बीमारी के कष्ट के चिन्ह नहीं रहते. അവരുടെ മുഖത്തിലും അതായത് അവരുടെ രൂപത്തിലും അസുഖത്തിൻ്റെ ആ കഷ്ടം വേദനയുടെ അടയാളം പോലും കാണപ്പെടുകയില്ല. മുഖ पर कभी बीमारी का वर्णन नहीं होता. ഒരിക്കലും അവരുടെ മുഖത്തിൽ കൂടി അവരുടെ അസുഖത്തെക്കുറിച്ച് ആരോടും വർണ്ണിക്കുകയില്ല. कर्म भोग के कारण के बदले कर्म योग की स्थिति का वर्णन करते. കർമ്മഭോഗത്തെ അതായത് ശരീരവേദന രോഗത്തെക്കുറിച്ച് വർണ്ണിക്കാതെ കർമ്മയോഗത്തെക്കുറിച്ച് വർണ്ണിക്കും. क्योंकि बीमारी का वर्णन भी बीमारी की वृद्धि करने का कारण बन जाता. കാരണം എത്രത്തോളം നമ്മുടെ ശരീര രോഗത്തെക്കുറിച്ച് മറ്റുള്ളവരായി ഡിസ്കസ് ചെയ്യുന്നു അതോ വർണ്ണിക്കുന്നുവോ ആ രോഗം വർദ്ധിപ്പിക്കാനുള്ള കാരണമായി മാറുന്നു. वो कभी भी बीमारी के कष्ट का अनुभव नहीं करेगा. എന്നാൽ എപ്പോഴാണോ നമ്മൾ കർമ്മഭോഗത്തെ മറന്ന് കർമ്മയോഗിയാകുന്നത് അവരൊരിക്കലും കർമ്മത്തിൻ്റെ അതായത് ആ അസുഖത്തിൻ്റെ കഷ്ടം വേദന അവർക്ക് അനുഭവപ്പെടുകയില്ല. ना दूसरे को कष्ट सुनाकर कष्ट की लहर फैलाएगा. ഒരിക്കലും അവരുടെ വേദനയെക്കുറിച്ച് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്ത് ഒരിക്കലും ആ കഷ്ടത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കില്ല, അതിൻ്റെ വൈബ്രേഷൻ പരത്തുകയില്ല. और ही परिवर्तन की शक्ति से പകരം പരിവർത്തനത്തിൻ്റെ ശക്തിയിൽ കൂടി കഷ്ടക്കോ സന്തുഷ്ടതാമേ പരിവർത്തൻ കർ ആ കഷ്ടത്തെ വേദനയെ സന്തുഷ്ടതയിലേക്ക് പരിവർത്തനപ്പെടുത്തി സന്തുഷ്ട ഔരോं को भी संतुष्टता की लहर फैलाएगी. സ്വയം സന്തുഷ്ടരായിരുന്നു കൊണ്ട് മറ്റുള്ളവരിലേക്ക് സന്തോഷത്തിൻ്റെ വൈബ്രേഷൻസ് അവർ പരത്തുന്നു. അർത്ഥാത് മാസ്റ്റർ സർവശക്തിവാൻ ബൻ, അതായത് മാസ്റ്റർ സർവശക്തിവാനായി ശക്തിയോं के वरदान में से समय प्रमाण सहन शक्തി, അതായത് മാസ്റ്റർ സർവശക്തിവാനായി ശക്തികളുടെ വരദാനത്തിൽ കൂടി സമയാനുസാരം സഹനാശക്തിയെയും സമാനിക്ക് ശക്തി പ്രയോഗ കരേക ഉൾക്കൊള്ളുവാനുള്ള ശക്തിയെ പ്രയോഗം ചെയ്യുന്നു. और समय पर शक्तियों का वरदान व वर्षे कार्य में लाना यही उसके लिए वरदान अर्थात दुआ दवाई का काम कर देती है. കൂടാതെ ശക്തികളുടെ വരദാനത്തെയും അതുപോലെ ആ സ്വത്തിനെയും കാര്യത്തിൽ ഉപയോഗപ്രദമാക്കുക അത് തന്നെ അവർക്ക് വരദാനത്തിൻ്റെ രൂപമായി അതായത് ഔഷധത്തിൻ്റെ രൂപമായി ഉപയോഗപ്പെടും. क्योंकि സർവശക്തിവാൻ ബാബ് ദ്വാര ജോ സർവശക്തിയാ പ്രാപ്തി, കാരണം സർവശക്തിവാനായ ബാബയിൽ കൂടി ഏതാണോ സർവശക്തികളും പ്രാപ്തമായിരിക്കുന്നത് वो जैसी परिस्थिति जैसा समय और जिस विधि से ഏതുപോലെ പരിതസ്ഥിതി ഏതുപോലെ സമയം പിന്നീട് ഏത് വിധിയിൽ കൂടിയാണോ ആ കാര്യമേ ലഗാനെ ചാഹോ ഏത് വിധിയിൽ കൂടിയാണോ നിങ്ങൾ അതിനെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വൈസേ ഹി റൂപ് സെ അതേ രൂപത്തിൽ കൂടി തന്നെ ये शक्तियाँ आपकी सहयोगी बन सकती है. ബാബയിലൂടെ നേടിയ ശക്തികൾ നിങ്ങൾക്ക് സഹയോഗിയായി തീരും. ഇൻ ശക്തിയോं को व प्रभु वरदान को ഈ ശക്തികളെയും അതോ പ്രഭു വരദാനത്തെയും ജിസ് റൂപ് മേ ചാഹോ വോ റൂപ് ധാരൺ കർ സക്തി ഹെ ഏത് രൂപം നിങ്ങൾ ആഗ്രഹിക്കുന്നോ ആ രൂപം അത് ധാരണ ചെയ്യും. അഭി അഭി ശീതളതാ കെ റൂപ് മേ അഭി അഭി ജലാനെ കെ റൂപ് മേ ബാബ്ദാദ പറയുകയാണ് ശക്തികളായാലും വരദാനങ്ങളാണെങ്കിലും ഈ നിമിഷം നിങ്ങൾ അവയ്ക്ക് ആജ്ഞാപിക്കുകയാണ് ശീതള രൂപമായി മാറൂ, അഥവാ അതേ നിമിഷം നിങ്ങൾ ആജ്ഞാപിക്കുകയാണ് ജ്വാലാ സ്വരൂപമായി മാറൂ. തീർച്ചയായും
ബാബ പറയണ ആ സ്വരൂപത്തിലേക്ക് അത് പരിവർത്തനപ്പെടും. पानी की शीतलता का भी अनुभव करा सकते तो आग के जलाने का भी अनुभव करा सकते. വെള്ളത്തിൻ്റെ ശീതളതയുടെ അനുഭവം ചെയ്യിപ്പിക്കാൻ കഴിയും. അതേസമയത്ത് അഗ്നിയുടെ ആ ഒരു ജ്വലിക്കുന്ന ചൂടിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കാൻ കഴിയും. दवाई का भी काम कर सकता है और शक्तिशाली बनाने का माजुन का भी काम करा सकता है. അതിനെ ഔഷധത്തിൻ്റെ രൂപത്തിലും പ്രായോഗികമാക്കാൻ പറ്റും. അതേസമയത്ത് ശക്തിശാലിയാക്കുന്നതിനായി മസാജിങ്ങിൻ്റെ രൂപത്തിലും അതിനെ കാര്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. സിർഫ് സമയ പർ കാര്യ മേ ലഗാനെ കി അതോറിറ്റി ബനോ. പക്ഷേ ബാബ്ദാദയിൽ നിന്നും നേടിയെടുത്ത സർവശക്തികളും വരദാനത്തിൻ്റെ സ്വത്തിനെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന അതോറിറ്റി ഉള്ളവരാകണം. ये सर्व शक्तियाँ आप मास्टर सर्वशक्तिवान की सेवादारी है. ഈ സർവശക്തികളും മാസ്റ്റർ സർവശക്തിവാനായിരിക്കുന്ന നിങ്ങൾ ആത്മാക്കളുടെ സേവാധാരികളാണ്. जब जिसको ऑर्डर करो वो आजिरा हजूर का सहयोगी बनेगी. ഏത് ശക്തിക്ക് വരദാനത്തിന് നിങ്ങൾ ഓർഡർ നൽകുന്നുവോ ആ നിമിഷം അത് നിങ്ങളുടെ മുമ്പിൽ ജി ആസിർ ആയിരിക്കും, പ്രത്യക്ഷമായിരിക്കും. അത് നിങ്ങളുടെ സഹയോഗികളായിത്തീരും. ലേക്കിൻ സേവ ലേനെ വാലെ ബി ഇത്തനെ ചതുർ സുജാൻ ചായി. പക്ഷേ ആ ശക്തികളിൽ നിന്നും സേവന എടുക്കുന്നവർ അത്ര തന്നെ സമർത്ഥനുമായിരിക്കണം. तो तन की शक्ति आत्मिक शक्ति के आधार पर അപ്പോഴേ ശരീരത്തിൻ്റെ ശക്തി ആത്മീയ ശക്തിയുടെ ആധാരത്തിലൂടെ സദാ അനുഭവ് കർ സക്തേ ഹോ, സദാ അനുഭവം ചെയ്യാൻ സാധിക്കൂ. അർത്ഥാത് സദാ സ്വസ്ഥ रहने का अनुभव कर सकते हो. സദാ ആരോഗ്യപൂർണനാണ് എന്ന അനുഭവം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ये अलौकिक ब्राह्मण जीवन है ही सदा स्वस्थ जीवन. ബാബ്ദാദ പറയാണ് ഈ അലൗകിക ബ്രാഹ്മണ ജീവിതം എന്നുള്ളത് സദാ സ്വസ്ഥ ജീവിതമാണ്, ആരോഗ്യപ്രദമായ ജീവിതമാണ്. വരദാതാ സെ സദാ സ്വസ്ഥ ഭവ് ക വരദാൻ മിലാ ഹുവാ ഹെ. കാരണം വരദാതാവായിരിക്കുന്ന ബാബയിലൂടെ സദാ സ്വസ്ഥനായി ഭവിക്കൂ എന്ന വരദാനം നേടിയിരിക്കുന്നു. അച്ഛാ, ബാബ്ദാദ നമസ്തേ പറയുന്നു. ചാരോ ഓർ കെ സർവ വർഷേ और वरदानों की अधिकारी श्रेष्ठ आत्माओं को, നാല് ദിക്കിലുള്ള സർവ സ്വത്തിൻ്റെയും വരദാനങ്ങളുടെയും അധികാരികളായിരിക്കുന്ന ശ്രേഷ്ഠാത്മാക്കൾക്ക് സർവ മാസ്റ്റർ സർവശക്തിവാൻ ശ്രേഷ്ഠാത്മാവും को, സർവ മാസ്റ്റർ സർവശക്തിവാനായിരിക്കുന്ന ശ്രേഷ്ഠാത്മാക്കൾക്ക് सदा संतुष्टता की लहर फैलाने वाले संतुष्ट आत्माओं को, സദാ സന്തുഷ്ടതയുടെ അലകളെ വ്യാപിപ്പിക്കുന്ന പ്രസരിപ്പിക്കുന്ന സന്തുഷ്ടരായ ആത്മാക്കൾക്ക് സദാ परमार्थ द्वारा व्यवहार में सिद्धि प्राप्त करने वाले महान आत्माओं को, സദാ പരമാർത്ഥത്തിലൂടെ വ്യവഹാരത്തിൽ സിദ്ധിയെ നേടിയെടുക്കുന്ന മഹാനായ ആത്മാക്കൾക്ക് ബാബ്ദാദാ കാ സ്നേഹോ ശക്തി സമ്പന്ന യാദ് പ്യാർ ഓർ നമസ്തേ. ബാബ്ദാദയുടെ സ്നേഹം നിറഞ്ഞ ശക്തി സമ്പന്നമായ സ്നേഹോർമ്മകളും നമസ്തേയും. വരദാൻ സ്വയം के आराम का भी त्याग कर सेवा करने वाले सदा संतुष्ट सदा हर्षित भव. സ്വയമിൻ്റെ വിശ്രമത്തെയും ത്യാഗം ചെയ്ത് സേവനം ചെയ്യുന്ന സദാ സന്തുഷ്ടരും സദാ ഹർഷിതരുമായി ഭവിക്കൂ. विशदीकरण सेवादारी स्वयं के रात दिन के आराम को भी त्याग कर सेवा में ही आराम महसूस करते हैं. സേവാദാരി സ്വയമിൻ്റെ രാവും പകലിൻ്റെയും വിശ്രമത്തെയും ത്യാഗം ചെയ്ത് സേവ തന്നെയാണ് വിശ്രമമെന്ന് അനുഭവം ചെയ്യുന്നു. उनके संपर्क में रहने वाले व संबंध में आने वाले समीपता का ऐसा अनुभव करते जैसे शीतलता व शक्ति शांति के झरने के नीचे बैठे. അവരുടെ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കൾ അവരുടെ സംബന്ധത്തിൽ വരുമ്പോൾ
അവരുടെ സമീപതയിൽ അത്തരത്തിൽ അനുഭവം ചെയ്യുന്നു. അതായത് ഒരു ശീതളതയുടെ, ശാന്തിയുടെ, ശക്തിയുടെ ജലധാര കീഴിലാണ് ഇരിക്കുന്നത്. ശ്രേഷ്ഠ ചരിത്രവാൻ സേവാദാരി കാമധേനുബൻ. ശ്രേഷ്ഠ ചരിത്രവാനായ സേവാദാരി ഒരു കാമധേനുവായി സദാകാൽ के लिए सर्व की മനോകാമനയെ പൂർണ്ണ കർ ദേത്താ. സദാകാലത്തേക്ക് സർവരുടെ മനോകാമനകളെയും പൂർത്തീകരിക്കുന്നു. ऐसे सेवादारी को सदा हर्षित और सदा संतुष्ट रहने का वरदान स्वतः प्राप्त हो जाता. അങ്ങനെയുള്ള സേവാദാരികൾക്ക് സദാ ഹർഷിതരും സദാ സന്തുഷ്ടരുമായിരിക്കുവാനുള്ള വരദാനം സ്വാഭാവികമായും പ്രാപ്തമാകും. स्लोगन: ज्ञान स्वरूप बनना है तो हर समय स्टडी पर अटेंशन रखो. बाप पढ़ाई से समान प्यार हो. ജ്ഞാനസ്വരൂപരാകുന്നതിനായി സദാ വിദ്യയിൽ ശ്രദ്ധ നൽകുന്നവരാകണം. ബാബ പിന്നീട് പഠിത്തത്തോട് ഒരുപോലെ സ്നേഹമുള്ളവരായിരിക്കണം. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को नमस्ते नमस्ते नमस्ते. ओम शांति.